അസ്സലാമു അലൈക്കും. ഇന്ന് പരിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായമായ സൂറത്തു അംബിയായിനെ കുറിച്ചാണ് പറയുവാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ 112 ആയത്തുകളാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് മക്കയിലാണ് അവതീർണമായത്. ഇതിൽ ആദ്യത്തെ ആയത്തുകളിൽ പറയുന്നത് ജനങ്ങൾക്ക് അവരുടെ വിചാരണ ആസന്നമായിരിക്കുന്നു, അവരാകട്ടെ അശ്രദ്ധയിലായിക്കൊണ്ട് തിരിഞ്ഞുകളയുന്നവരുമായിരിക്കുന്നു എന്നതാണ്. അതായത് മനുഷ്യൻ അവൻ്റെ ആയുഷ്കാലത്തിൽ ചെയ്തു പോയിട്ടുള്ള സകല കൃത്യങ്ങളെക്കുറിച്ചും വിചാരണ ചെയ്യപ്പെടുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അത് അധിക വിദൂരമൊന്നുമില്ല. എപ്പോഴാണത് സംഭവിക്കുകയെന്ന് അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും അറിയുകയില്ല. ലോകസൃഷ്ടാവും സകല രഹസ്യങ്ങളും അറിയാവുന്നവനുമായ അള്ളാഹുവിനായിരിക്കും അന്ന് വിചാരണ നടത്തുന്നതും വിധി കൽപ്പിക്കുന്നതും. ഈ വിചാരണ ഫലത്തെ ആശ്രയിച്ചായിരിക്കും മനുഷ്യൻ്റെ സകല കാര്യങ്ങളും അഥവാ സുഖദുഃഖങ്ങൾ കണക്കാക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായി തിർമിദിയിൽ നിവേദനം ചെയ്തിരിക്കുന്നു. അതായത് തിർമിദി നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെയാണുള്ളത്: ഏതൊരു അടിയാനോടും ഖിയാമത്ത് നാളിൽ അവൻ്റെ ആയുഷ്കാലം എന്തിൽ ചിലവഴിച്ചു എന്നും അവൻ്റെ അറിവ് കൊണ്ടും എന്ത് പ്രവർത്തിച്ചുവെന്നും അവൻ്റെ ധനം എവിടെ സമ്പാദിച്ചുവെന്നും അത് എന്തിന് ചെലവാക്കിയെന്നും അവൻ്റെ ശരീരം എന്തിന് വിനിയോഗിച്ചുവെന്നും ചോദിച്ചല്ലാതെ അവൻ്റെ കാലുകൾ വിചാരണാ നിലയത്തിൽ നിന്നും നീങ്ങുന്നതല്ല. ഹദീസിൽ പ്രസ്താവിച്ച ഈ വിചാരണ മരണാനന്തരം പരലോകത്ത് വെച്ചു എല്ലാവരും നേരിടേണ്ടി വരുന്ന ആ മഹാസംഭവത്തെക്കുറിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ ആയത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്. ഇനി രണ്ടാമത് പറയുന്നത് മുശ്രിക്കുകളുടെ ചില അപവാദങ്ങളെക്കുറിച്ച്. പിന്നെ മുർസലുകൾ മനുഷ്യപ്രകൃതിയോട് കൂടിയുള്ളവരാണ്. അതുപോലെ സത്യനിഷേധികൾ ശിക്ഷ അനുഭവിക്കുമ്പോൾ ഖേദിക്കപ്പെടുന്നു. പ്രപഞ്ചത്തെ വെറുതെ അങ്ങ് സൃഷ്ടിച്ചതല്ല. അതുപോലെ മലക്കുകൾ പരിശുദ്ധ സൃഷ്ടികളാണ്. ഒന്നിലധികം ഇലാഹുകൾ ഉണ്ടെങ്കിലും ആകാശഭൂമികൾ നാശം സംഭവിക്കുമായിരുന്നു. മലക്കുകൾ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന അടിയാന്മാരാണ്. ആകാശഭൂമികൾ ആദ്യം അടഞ്ഞുകിടക്കുകയായിരുന്നു, പിന്നീട് പിളർത്തിയതാകുന്നു. ചില പ്രകൃതി ദൃഷ്ടാന്തങ്ങൾ. ആകാശഭൂമികളെയും സൂര്യചന്ദ്രന്മാരെയും കുറിച്ച് ശാസ്ത്രത്തിൻ്റെ അഭിപ്രായങ്ങൾ. അതുപോലെ എല്ലാവരും ഒന്നടങ്കം മരിച്ചു പോകുന്നു. മനുഷ്യൻ ധൃതി സ്വഭാവക്കാരാണ്. മനുഷ്യൻ തനിക്ക് ലഭിക്കുന്ന സുഖഭോഗങ്ങളിൽ വഞ്ചിതനാകുന്നു. അള്ളാഹുവിൻ്റെ സൈന്യത്തിനാണ് വിജയം. അതുപോലെ പിന്നെ പറയുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയുടെ കഥ. അദ്ദേഹം വിഗ്രഹാരാധനയെ ചോദ്യം ചെയ്യുന്നത്, വിഗ്രഹങ്ങളെ തച്ചു തുണ്ടമാക്കുന്നത്, അദ്ദേഹം വിചാരണ ചെയ്യപ്പെട്ടതും മറുപടി പറഞ്ഞതുമായ കാര്യങ്ങൾ, അദ്ദേഹത്തെ അഗ്നിയിൽ എറിയപ്പെട്ടതും അദ്ദേഹം രക്ഷപ്പെട്ടതുമായ കാര്യങ്ങൾ. അതുപോലെ പിന്നെ പറയുന്നത് നൂഹ് നബി അലൈഹി സ്വലാമയെക്കുറിച്ച്, ദാവൂദ് നബിയും സുലൈമാൻ നബി എന്നീ നബിമാർക്ക് ന്യായാധിപത്യം ലഭിച്ചതിനെക്കുറിച്ച്, ദാവൂദ് നബി അലൈഹി സ്വലാമയോടൊപ്പം മലകളും പക്ഷികളും തസ്ബീഹ് നടത്തുന്നതും അദ്ദേഹം പടയങ്കി ഉണ്ടാക്കിയ കാര്യങ്ങളും. പിന്നെ പറയുന്നത് സുലൈമാൻ കാറ്റിനെയും പിശാചുക്കളെയും കീഴ്പ്പെടുത്തിയ കാര്യങ്ങൾ. അയ്യൂബ് നബി അലൈഹി സ്വലാമയ്ക്ക് ആപത്ത് വന്നതും രക്ഷ കിട്ടിയതും. അയ്യൂബ് നബിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, അയ്യൂബിനെ ഓർക്കുക, തൻ്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിച്ച സന്ദർഭം: എനിക്കിതാ കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു, നീ കാരുണ്യവാനിൽ വെച്ച് ഏറ്റവും കരുണ ചെയ്യുന്നവനാണല്ലോ. പിന്നെ പറയുന്നത് യൂനുസ് നബിയുടെ കഥ, സക്കരിയ നബിയുടെയും യഹിയ നബിയുടെയും കഥ, മറിയം ബീവിയുടെ കഥ. അതുപോലെ യജൂജ് മഅജൂജ്. പിന്നെ ഖിയാമത്ത് നാളിൽ അവിശ്വാസികൾ കണ്ണു തുറക്കും എന്നതിനെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. പ്രവാചകന്മാർ മലക്കുകൾ മുതലായവരെ ആരാധ്യ വസ്തുക്കളാക്കപ്പെട്ടതിന് അവർ ഉത്തരവാദികളല്ല എന്നതിനെക്കുറിച്ചും, സദ്വൃത്തരായ അടിയാന്മാർ ഭൂമിയെ അനന്തരമെടുക്കുന്നതാണ് എന്ന് മുമ്പേ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൂറത്തുൽ അംബിയായിലൂടെ ലഘുവായിട്ട് പറയുവാനുള്ളത്. നമുക്കെല്ലാവർക്കും അള്ളാഹു ഖുർആൻ പഠിക്കാനും പഠിപ്പിക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞങ്ങളെല്ലാവരും അള്ളാഹു സദ്വൃദ്ധരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. വ ആഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.